ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുലിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കിരണും കല്യാണിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. അത് കഴിയുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, കുഞ്ഞ് എങ്ങനെയുണ്ട്, ആരെപ്പോലെ ഇരിക്കുന്നതെന്നൊക്കെ കല്യാണി ചോദിക്കുമ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട്, ഞാനെങ്കിലും കണ്ടില്ല, ആ മനോഹരനെ പോലെയാണെന്ന് കേട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കിരൺ പറയുന്നുണ്ട്, പൊതുവെ അവൻ്റെ സ്വഭാവം അനുസരിച്ച് കുഞ്ഞുണ്ടാവുമ്പോഴേ മുങ്ങണ്ടതാണ്. എന്തായാലും നിങ്ങൾ കുറച്ച് ക്യാഷ് എടുത്തു വെച്ചോ, നിങ്ങളുടെ അതേ സ്വഭാവം ഉള്ള മകളാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അവൾക്കും നിങ്ങൾക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് നിങ്ങളുടെ ആ മരുമോൻ എന്നിങ്ങനെ കളിയാക്കി പറയുവാണ് കേട്ടോ. കഴിയുമ്പോൾ അവരവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് രാഹുലിന് ദേഷ്യം വന്നിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് രാഹുൽ ഇങ്ങനെ കാണാൻ വരാത്തതിനെ പറ്റിയൊക്കെ ശാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയണേ, എൻ്റെ പൊന്നു മോനെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം, അങ്ങേർക്ക് തലയ്ക്ക് വട്ട എന്ന് പറഞ്ഞിട്ട് പറയുവാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങേരെ വല്ലതും ചെയ്തു പോകും, അമേരിക്കയ്ക്ക് പോകാൻ നോക്കാം എന്നിങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ കിരണും കല്യാണിയും കൂടെ അങ്ങ് കയറി വരുന്നത്. കിരണയും കല്യാണിയും കാണുമ്പോഴത്തേക്കും സരയുവിൻ്റെ അമ്മയും മനോഹറും പേടിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുവാണ്. രണ്ടുപേർക്ക് രണ്ട് രീതിയിൽ പണി കിട്ടുമെന്നുള്ളതുകൊണ്ട് പേടിച്ച് നല്ല ഭയഭക്തി ബഹുമാനത്തോടുകൂടി തന്നെ നിൽക്കുന്നത്. അപ്പോഴേക്കും അവർ വന്ന് മനോഹറിനെ കളിയാക്കുന്ന രീതിയിൽ കിരൺ കൈ കൊടുത്തിട്ട് കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, എനിക്കവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് വന്നിടാം മനോഹരെ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകട്ടോ. ആ സമയത്ത് കല്യാണി ചോദിക്കുന്നുണ്ട്, കുഞ്ഞെന്തേ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശാരി പറയുവാണ്, സുഖമായിട്ടിരിപ്പുണ്ട്, മനുമോനെപ്പോലെ തന്നെയാണ്, അതാണ് എൻ്റെ ഏക ആശ്വാസം എന്നിങ്ങനെ പറയും കേട്ടോ. പെൺകുഞ്ഞ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും കല്യാണി പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, പെണ്ണാണേലും ആണാണേലും എന്താ കുഴപ്പം എന്നുള്ള രീതി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരി, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് പെൺകുഞ്ഞ് വേണമെന്ന് തന്നെ ആയിരുന്നു എന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ശാരി പറയുന്നതൊക്കെ കേട്ടിട്ട് കല്യാണി മനസ്സിൽ ചിന്തിക്കുവാണ്, ഇപ്പം നിങ്ങൾ മനുവിൻ്റെ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്, നാളെ അവൻ്റെ സ്വഭാവം അറിയുമ്പം അവൻ്റെ പോലെ ഒന്നും ആവരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും എന്നിങ്ങനെ ചിന്തിക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ മനോഹറിനോട് കിരൺ ചോദിക്കുക, ഇനി നീ എപ്പോഴാടാ മുങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, നിനക്കതാണല്ലോ പതിവ്, ഇതിനിടയ്ക്ക് നീ എന്നിട്ട് ഞങ്ങൾ അറിയാണ്ട് വേറെ പരിപാടി ഒപ്പിച്ചുകൊണ്ട് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ നീ എവിടെ പോയാലും നിന്നെ പൊക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഉണ്ടെന്നുള്ള ബോധത്തോടെ നീ ജീവിച്ചോണെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മനോഹർ പറയാണ്, സാറേ അതൊരു അബദ്ധം പറ്റിയതാ, ഇനി ഞാൻ എവിടെയും പോവുകയില്ല, സാറ് പറയാതെ പോവുകയില്ല, ഉറപ്പായിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞ് സത്യം ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നീ കൂടുതൽ സത്യമൊന്നും ചെയ്യണ്ട, നീ എപ്പോഴാണ് ഇനി മുങ്ങാൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, ഇല്ല സാറേ മുങ്ങുകയില്ല എന്നിങ്ങനെ പറയും കേട്ടോ. പക്ഷേ സാറേ, ഇപ്പം തന്നെ എൻ്റെ അമ്മായിയച്ഛനെല്ലാം അറിയാം, ഇനി അവരുടെ മോക്കും ഭാര്യയ്ക്കും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ എന്നെ തട്ടും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം കിരൺ പറയുന്നുണ്ട്, അവരറിയുന്നോടം വരെ നീ ഇവിടെ ഉണ്ടായിരിക്കണം, അറിഞ്ഞു കഴിയുമ്പോൾ മാത്രമായിരിക്കണം നീ പോകുന്നത്, അറിഞ്ഞു എന്ന് തോന്നുക ആ നിമിഷം, അല്ലാതെ നീ പോകാൻ പാടില്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, സാറ് ശരി, ശാരി അവിടെ നോക്കുന്നുണ്ടെന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കിരൺ പറയാണ്, എന്നാൽ വാ, നിൻ്റെ അഭിനയം നടക്കട്ടെ എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ പോവാണ്. അപ്പോഴേക്കും പോകുന്ന വഴിക്ക് മനോഹർ വലിയ തലയൊക്കെ പൊക്കി പിടിച്ചാൽ പോകുന്നു കേട്ടോ, ശാരിക്ക് ഡൗട്ട് വന്നായിരിക്കാൻ വേണ്ടി. അവിടെ ചെല്ലുമ്പോൾ ശാരി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നിങ്ങൾ സംസാരിച്ചേ, എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, അല്ല കിരണ് അമേരിക്കയിൽ ബിസിനസ് വ്യാപിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയുക എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ശാരി പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി മോനെ, എങ്കിൽ നീയും രക്ഷപ്പെടും എന്നിങ്ങനെ പറയുക കേട്ടോ കിരണിനെ നോക്കിയിട്ട്. മനുമോൻ അത്രയും വലിയ ബിസിനസ് അമേരിക്കയിലുള്ളത് എന്നിങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ശാരിയോട് കിരൺ പറയാണ്, സരയെ മാത്രമല്ല ഈ ഹോസ്പിറ്റലിലുള്ള, വേറൊരാളും കൂടി ഈ ഹോസ്പിറ്റലുണ്ട്, നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയത്തില്ല, താരയാൻ്റെ ഈ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാണ്, അവരെങ്ങാനും കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും തടയാൻ പാടില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ശരി പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയാം, അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്, എന്തായാലും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് പറയുമ്പോൾ ശാരി പറയുന്നുണ്ട്, അതൊന്നും സരുവിന് ഇഷ്ടമല്ല മോനെ, അവളത് കണ്ടാൽ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, അവൾ ഉറങ്ങുന്ന സമയത്താണെങ്കിലും അവർ വന്നാൽ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണമെന്ന് പറയുക കേട്ടോ. അങ്ങനെ തലയാട്ടുവാണ്. അത് കഴിയുമ്പോഴേക്കും മനോഹർ ശാരിയെ കുത്തി ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്തിനു എപ്പോഴും ഇവർ ഈ പറയുമ്പോൾ ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പോണേ, അവർ വന്ന് കാണേണ്ട കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ശാരി പറയുന്നുണ്ട്, അല്ല മോനെ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഓർത്താണ് ഞാനങ്ങ് സമ്മതിച്ചത്, CS ഒക്കെ വലിയ ആൾക്കാരല്ലേ, ഇനി അത് മതി ഇവിടെ ഉള്ള പ്രാർത്ഥന എടുത്തിട്ട് ഇനി അടിക്കാൻ, നമ്മളായിട്ട് ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് ഓർത്താന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ കിരണും കല്യാണി രൂപയുടെ അടുത്ത് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞിനെ കണ്ട കാര്യമൊക്കെ. അപ്പോഴത്തേക്കും രൂപ പറയുന്നുണ്ട്, ഞാനെങ്ങും പോകുന്നില്ല,
എന്ന് പറയുമ്പോൾ കല്യാണി പറയാം, അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമല്ലോ അമ്മേ, അമ്മ എന്തായാലും പോകണം. അമ്മ ചെല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സംശയം ഉണ്ടാവും. പോകണമെന്ന് മാത്രമല്ല, പഴയതിലും കൂടുതൽ സ്നേഹം ആ കുഞ്ഞിനോട് കാണിക്കുകയും ചെയ്യണം. കുഞ്ഞുങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് ശരിയമ്മേ, പോവാതിരുന്നാൽ ശരിയാവുകയില്ല. കാര്യം എല്ലാം തകർന്ന് നിൽക്കുന്ന ആളാണ് രാഹുൽ. നമ്മളിപ്പോൾ എത്ര ശക്തരാന്ന് പറഞ്ഞാലും അയാൾക്ക് എല്ലാം നശിപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വയം നശിച്ചാണേലും അയാൾ അതിനുള്ള മാർഗം കണ്ടെത്തും. അത് നമുക്കൊക്കെ നല്ലതിനായിരിക്കുമല്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അത് പറയുന്നത് കൊണ്ട് രൂപ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്, കുറേ സാധനമൊക്കെ മേടിച്ച്. രൂപയെ കാണുമ്പോഴേക്കും രാഹുൽ പറയാണ്, ആ കുഞ്ഞ് ജനിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് അത് ജനിച്ചു. എന്ത് ചെയ്യാനാ രൂപേ, ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ പോകുന്നേ. എങ്കിൽ മാത്രമേ സരയുവിനെയും കിരണിനെ ഒന്നിപ്പിക്കാൻ പറ്റുള്ളായിരുന്നു എന്നിങ്ങനെ പറയൂട്ടോ. അപ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, അല്ലെങ്കിലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട്, നിൻ്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും രൂപ എടുത്തടിച്ച പോലെ പറയാണ്, എനിക്ക് മാറ്റമൊന്നുമില്ല ഏട്ടാ, പക്ഷേ ഞാനുള്ള സത്യമാണ് പറഞ്ഞത്. ഏട്ടൻ കണ്ടില്ലായിരുന്നല്ലോ ആ കല്യാണി പോയ സമയത്ത് കിരൺ കാണിച്ച വെപ്രാളം. അവൻ രാത്രി ഉറങ്ങിയിട്ട് പോലുമില്ല. എന്നെക്കാളും സ്നേഹം ഇപ്പോൾ അവളോടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കൂടുതൽ പ്രതീക്ഷ വെച്ച് ഏട്ടന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ എന്നോർത്ത്. അത് കഴിയുമ്പോഴത്തേക്കും ഷാരി ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചിട്ട് പറയുക, പെൺകുഞ്ഞാ എന്ന് പറയുമ്പോൾ സരി പറയുന്നുണ്ട്, എനിക്ക് പെൺകുഞ്ഞിനായിരുന്നു ഇഷ്ടം എന്ന് പറയുമ്പോഴേക്കും ഷാരി വയ്ക്കുന്നുണ്ട്, അതെപ്പോൾ തൊട്ടാ, നിനക്ക് ആൺകുഞ്ഞായിരുന്നല്ലോ ഇത്രയും നാൾ എന്ന് പറയുമ്പോഴേക്കും സരി ചെറുതായിട്ട് ചമ്മിയിട്ട് പറയുന്നുണ്ട്, അതൊക്കെ അതെയായിരുന്നു, പിന്നെ അപ്പുറത്തുള്ള അവൾക്ക് ആൺകുഞ്ഞാണല്ലോ, അതുകൊണ്ട് പിന്നെ പെൺകുഞ്ഞായിക്കോട്ടെ എന്ന് ഞാനും ഓർത്തു എന്നിങ്ങനെ പറയാം കേട്ടോ. അത് കഴിയുമ്പോഴേക്കും രൂപയെ കാണുമ്പോഴേക്കും ഷാരിക്ക് സരയുവിനും ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് രൂപയെ കാണുമ്പോഴേക്കും സരയു ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ ഇത്രയും നാൾ വരാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, നിനക്കെന്നോട് വഴക്കല്ലായിരുന്നോ, അതുകൊണ്ടാണ് വരാഞ്ഞ് എന്ന് പറയുമ്പോഴേക്കും ഷാരിയും സരയും കൂടെ തള്ളുവാണ് കേട്ടോ. ആൻറ്റി വരാത്തതുകൊണ്ട് എനിക്ക് ആകെ വിഷമമായിരുന്നു എന്നും ആൻറ്റിയെ നോക്കിയിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ അങ്ങ് കയറി വരും കേട്ടോ. അപ്പോഴേക്കും മനോഹറിനോട് കൊള്ളിച്ച് രൂപ പറയാണ്, കുഞ്ഞ് മനോഹറിനെ പോലെ തന്നെയുണ്ട് എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷാരി പറയുന്നുണ്ട്, ഇനിയിപ്പം നിനക്ക് ആ കോലം കെട്ട കല്ലുമോനെ കാണാൻ വേണ്ടിയിട്ട് ആ കല്യാണിയുടെ അടുത്ത് പോകണ്ടല്ലോ, ഇവിടെ നമ്മുടെ പൊന്നു മോളുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും രൂപയ്ക്ക് ചെറുതായിട്ട് ദേഷ്യം വരുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അങ്ങനെ കല്ലുമോന് കോലമൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇവരിനി കുളമാക്കണ്ടല്ലോ എന്നോർത്ത് മനോഹർ ഇടയ്ക്ക് കയറി പറയുക, അത് നേരാമേ, കുഞ്ഞുങ്ങളെ അങ്ങനെ കമ്പയർ ചെയ്യരുത്, കല്ലുമോനും നല്ല ഭംഗിയാണ്, നമ്മുടെ മോളും നല്ല ഭംഗിയാന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഒരു കണക്കിനങ്ങ് ചിരിക്കും കേട്ടോ ഷാരിയും സരയും. അത് കഴിയുമ്പോഴേക്കും മനോഹറിനോട് രൂപ കൊള്ളിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല മനോഹറെ, നീ ഇനി എന്നാ അമേരിക്കയ്ക്ക് പോകുന്നതെന്ന്. അങ്ങനെ ഈ ചോദ്യം കേൾക്കുമ്പോഴത്തേക്കും ആകെ ഞെരണ്ട് നിൽക്കുന്ന മനോഹറിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്